വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ ഒന്നാമത്തെ പാഠഭാഗമായ മണ്ണിൻ്റെ കിനാവുകൾ അഥവാ ഒന്നാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ഇത്തിരി പൂവേ കുരുന്നുപൂവേ എന്നതിലെ ഒന്നാമത്തെ പാഠഭാഗമാണ് മണ്ണിൻ്റെ കിനാവുകൾ എന്നുള്ളത്. കവിതയാണ്. ഈ പാഠഭാഗവും അതിൻ്റെ പ്രവർത്തനങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്തിരി പൂവേ കുരുന്നുപൂവേ എന്ന ഒന്നാമത്തെ യൂണിറ്റിൻ്റെ ചെറിയ ഭാഗം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ക്വസ്റ്റ്യനും ആൻസേഴ്സും എല്ലാം. അപ്പോൾ ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ തീർച്ചയായിട്ടും പോയി കാണണം. അപ്പോൾ നമുക്ക് ഈ കവിതയിൽ എന്തൊക്കെയാണ് പറയുന്നത്, എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ എന്ന് നോക്കാം. റെഡിയാണോ? കവിതയുടെ പേര് മണ്ണിൻ്റെ കിനാവുകൾ. കിനാവുകൾ എന്ന് പറഞ്ഞാൽ ഡ്രീംസ് അല്ലേ, സ്വപ്നങ്ങൾ. അതിനെയാണ് നമ്മൾ കിനാവുകൾ എന്ന് പറയുന്നത്. തന്നിട്ടുള്ളത് ഒരു കവിതയാണ്. പൊൻവേലിൽ കുരുത്ത മുക്കുറ്റികൾ, പൂനിലാവ് നുകർന്ന പൂന്തുമ്പകൾ, സന്ധ്യ നെഞ്ചത്തെടുത്തു ലാളിച്ചതിൻ ചന്തമാകെ പകർന്ന ജമന്തികൾ, മഞ്ഞ നക്ഷത്രമെന്ന പോൽ വേലിയിൽ മഞ്ഞണിഞ്ഞു വിരിഞ്ഞ കോളാമ്പികൾ, കാറ്റിലേക്ക് സുഗന്ധമെല്ലായ്പ്പോഴും ചേറ്റി നിൽക്കും പനിനീർ മലരുകൾ, രാത്രി പെറ്റ കുരുക്കുത്തിമുല്ലകൾ, രാജമുദ്രയണിഞ്ഞ ചെന്താരുകൾ, ഭൂമി ചാർത്തിയ കുങ്കുമപ്പൊട്ടു പോൽ തൂമയേറിടും വാടാമലരുകൾ, പൂക്കളെത്രയോ പൂക്കളീ ഭൂമിതൻ മക്കളായി പിറക്കുന്നു നിത്യവും, നീലവാനം മിഴികളിലുള്ളവർ, നീർക്കണങ്ങളാൽ മാല ചാർത്തുന്നവർ, ഏതു ചൂടിലും വാടാതെ നിൽപ്പവർ, ഏതിരുട്ടിലും മന്ദഹസിപ്പവർ, പൂക്കളൻ മണ്ണിൻ്റെ യോമൽ കിനാവുകൾ, പൂക്കൾ ജീവന്റെ പ്രേമ പ്രതീക്ഷകൾ. ഭൂമി പാടുന്ന ശീലുകൾ എന്നതിലെ കുറച്ച് വരികളാണ് പി മധുസൂദനൻ എഴുതിയ ഒരു കവിതയാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇവിടെ പറയുന്നത് ഭൂമിയിൽ പിറക്കുന്ന വ്യത്യസ്ത തരത്തിലുള്ള പൂക്കളെ കുറിച്ചിട്ടാണ് അല്ലേ. മുക്കുറ്റി, ജമന്തി, അതുപോലെ തന്നെ പനിനീർ, വാടാമല്ലി, അങ്ങനെ ഒത്തിരി പൂക്കളെ കുറിച്ചിട്ട് ഇവിടെ പറയുന്നുണ്ട്. അതൊക്കെയാണ് മണ്ണിൻ്റെ ഓമൽ കിനാവുകൾ എന്നാണ്. പൂക്കൾ ജീവന്റെ പ്രേമ പ്രതീക്ഷകളും കിനാവുകളും ഇത്തരത്തിലുള്ള പൂക്കളുടെ ജീവനാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പാഠഭാഗത്തെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്നില്ല, നമുക്കിവിടെ ഓരോ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തേത് ഈണത്തിൽ താളത്തിൽ. ആദ്യം എല്ലാവരും ഈ കവിത മൗനമായി 1-2 തവണ വായിക്കൂ. ഇനി ചെറിയ ഗ്രൂപ്പുകളായി കവിതയ്ക്ക് ചേരുന്ന ഈണത്തിൽ ചൊല്ലി അവതരിപ്പിക്കൂ. ഒരു ഗ്രൂപ്പിൻ്റെ അവതരണം മറ്റു ഗ്രൂപ്പുകൾ ശ്രദ്ധിച്ച് വിലയിരുത്തുമല്ലോ. ഒന്നാമത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് നിങ്ങൾ നന്നായിട്ട് മൗനമായിട്ട് വായിച്ച് ഈ കവിത മനസ്സിലാക്കുക. അതിനുശേഷം ചെറിയ ഗ്രൂപ്പുകളായിട്ട് കവിതയ്ക്ക് ഈണം കണ്ടെത്തുക എന്നുള്ളതാണ്. ഓരോരുത്തരും വ്യത്യസ്ത ഈണങ്ങൾ കണ്ടെത്തി ക്ലാസ്സിൽ അവതരിപ്പിക്കുക. അപ്പോൾ അത് ക്ലാസ്സിൽ ചെയ്യേണ്ട പ്രവർത്തനമാണ്. രണ്ടാമത്തേത് പൂക്കളെ പരിചയപ്പെടാം. കവിതയിലെ ഏതെല്ലാം പൂക്കളെ കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, അവയുടെ വർണ്ണചിത്രം ചുവടെ കൊടുത്ത കളങ്ങളിൽ വരച്ചു ചേർക്കുക. നോട്ട് പുസ്തകത്തിൽ 1-2 പേജ് നിറയെ പൂക്കളുടെ ചിത്രം വരച്ച് നിറം കൊടുക്കുമല്ലോ. അപ്പോൾ ഇതിൽ ഒരുപാട് പൂക്കളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് പൂക്കൾ എന്ന് പറഞ്ഞു തരാം. അവയുടെ ചിത്രം നിങ്ങൾ വരച്ച് ചേർക്കുക. ഓക്കെ. 1 മുക്കുറ്റി, ജമന്തി, പനിനീർ, കൃഷ്ണകിരീടം, തുമ്പ, കോളാമ്പി, മുല്ല, വാടാമല്ലി. ഇതിനെക്കുറിച്ചിട്ടാണ് മെയിനായിട്ട് പറയുന്നത്. ഒന്നും കൂടെ വായിക്കാം. മുക്കുറ്റി, ജമന്തി, പനിനീർ, കൃഷ്ണകിരീടം, തുമ്പ, കോളാമ്പി, മുല്ല, വാടാമല്ലി. ഓക്കെ. അപ്പോൾ അതിൻ്റെ ചിത്രം നിങ്ങളിവിടെ വരച്ച് ചേർക്കുക. കൂടാതെ നോട്ട് ബുക്കിലും 1-2 പേജ് നിറയെ പൂക്കളുടെ ചിത്രം വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തത് നമുക്ക് പൂക്കളാകാം. ഓക്കെ. പൂക്കളുടെ പേരുള്ള ഗ്രൂപ്പുകളായി മാറും. അപ്പോൾ ആദ്യം ഗ്രൂപ്പ് ഉണ്ടാക്കണം. ഓരോ ഗ്രൂപ്പിനും ഓരോ പൂക്കളുടെ പേരുകൾ നിങ്ങൾ കൊടുക്കണം. ഓക്കെ. അതിനുശേഷം നിങ്ങൾക്ക് ലഭിച്ച പൂവിനെ കുറിച്ച് കവിതയിൽ പറഞ്ഞിട്ടുള്ള വരികൾ കണ്ടെത്തി അവതരിപ്പിക്കൂ. അവയുടെ സവിശേഷതകളും അവതരണത്തിൽ ഉൾപ്പെടുത്തൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഏത് പൂവാണോ എടുക്കുന്നത് അതിനെക്കുറിച്ചിട്ട് നിങ്ങൾ പാഠഭാഗത്ത് എന്താണോ പറയുന്നത് അത് എടുക്കുക. എന്നിട്ട് അതിനെക്കുറിച്ചിട്ട് ഒന്ന് എഴുതുകയാണ് വേണ്ടത്. ഇനി ഓർത്തു ചെല്ലാം. കവിതയിൽ ആദ്യം പറഞ്ഞത് ഏത് പൂവിനെ കുറിച്ചിട്ടാണ്? ഏത് പൂവിനെ കുറിച്ചിട്ടാണ് കവിതയിൽ ആദ്യം പറഞ്ഞിട്ടുള്ളത്? മുക്കുറ്റിയെ കുറിച്ചിട്ടാണ്. മുക്കുറ്റി. ഓരോ പൂവിനെയും കുറിച്ചും പറഞ്ഞ വരികൾ ഓർത്തു ചെല്ലൂ. മുക്കുറ്റിയാണെങ്കിൽ പൊൻവേലിൽ കുരുത്ത മുക്കുറ്റികൾ എന്നാണ് പറയുന്നത്. അടുത്തത് തുമ്പ. തുമ്പയെക്കുറിച്ച് പൂനിലാവ് നുകർന്ന പൂത്തുമ്പകൾ എന്നാണ് പറയുന്നത്. ജമന്തിയെ കുറിച്ചാണെങ്കിലോ സന്ധ്യ നെഞ്ചത്തെടുത്തു ലാളിച്ചതിൻ ചന്തമാകെ പകർന്ന ജമന്തികൾ.
ഇനി കോളാമ്പി പൂവിനെ കുറിച്ച് പറയുന്നത് മഞ്ഞ നക്ഷത്രം എന്ന പോൽ വേലിയിൽ മഞ്ഞണിഞ്ഞു വിരിഞ്ഞ കോളാമ്പികൾ. ഇനി പനിനീർ പൂവിനെ കുറിച്ചാണെങ്കിൽ കാറ്റിലേക്ക് സുഗന്ധം എല്ലായ്പ്പോഴും ചേറ്റി നിൽക്കും പനിനീരുകൾ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെ ഓരോ പൂവിനെ കുറിച്ചിട്ടും ഓരോ പൂവിൻ്റെ പേരെഴുതി എന്താണോ കവിതയിൽ പറയുന്നത് അതൊന്ന് എഴുതുകയാണ് വേണ്ടത്. അടുത്തത് പൂക്കളോടൊപ്പം. പൂക്കൾ മണ്ണിൻ്റെ യോമൽ കിനാവുകൾ, പൂക്കൾ ജീവന്റെ പ്രേമപ്രതീക്ഷകൾ. പൂക്കളെ കുറിച്ച് കവിതയിൽ പൊതുവായി പറയുന്ന കാര്യങ്ങൾ കണ്ടെത്തി എഴുതാൻ. എന്തൊക്കെ കാര്യങ്ങളാണ് പൂക്കളെ കുറിച്ചിട്ട് കവിതയിൽ പറയുന്നത് എന്നാണ് നമ്മളൊന്ന് കണ്ടെത്തേണ്ടത്. കവിതയിൽ പറയുന്നുണ്ട് അല്ലേ, ഈ ഭൂമിയിൽ ഒട്ടേറെ പൂക്കളുണ്ട്. ഈ പൂക്കളെയെല്ലാം ഭൂമിയുടെ മക്കളായിട്ടാണ് കവി പറഞ്ഞിരിക്കുന്നത്. സദാസമയം ആകാശത്തേക്ക് നോക്കി വിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ പൂക്കളുടെ കണ്ണുകളിൽ നീലയാകാശം തെളിഞ്ഞു കാണാമെന്ന് കവി പറയുന്നു. അലങ്കാരത്തിനായി നമ്മൾ മാലയണിയുന്നത് പോലെ തന്നെ പൂക്കൾക്ക് അവയുടെ ഇതളുകളിൽ പറ്റി നിൽക്കുന്ന ജലഗണങ്ങൾ എല്ലായ്പ്പോഴും അലങ്കാരമാണെന്ന് കവി പറഞ്ഞിരിക്കുന്നു. ഈ പൂക്കളെയെല്ലാം തന്നെ ഏതു ചൂടിലും വാടാതെ നിൽക്കുന്നവരാണ്. അതുപോലെ തന്നെ രാത്രിയെയോ ഇരുട്ടിനെയോ അവർക്ക് പേടിയില്ല. ഏത് ഇരുട്ടിലും പൂക്കളെ ചിരിച്ചുകൊണ്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് പൂക്കളെ കുറിച്ചിട്ട് നമ്മുടെ കവിതയിൽ കവി വർണ്ണിച്ചിരിക്കുന്നത്. പൂക്കളും നമ്മളും എന്ന അടുത്ത പ്രവർത്തനം നോക്കാം. നീലവാനം മിഴികളിലുള്ളവർ, നീർക്കണങ്ങളാൽ മാല ചാർത്തുന്നവർ, ഏതു ചൂടിലും വാടാതെ നിൽപ്പവർ, ഏതിരുട്ടിലും മന്ദഹസിപ്പവർ. ഈ വരികളിലെ പൂക്കളുടെ സവിശേഷതകൾക്കൊപ്പം മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഒരു കുറിപ്പായിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അത് നമുക്കൊരു കുറിപ്പായിട്ട് എഴുതാം. എങ്ങനെ എഴുതാം? വി മധുസൂദനൻ നായരുടെ മനോഹരമായ ഒരു കവിതയാണ് മണ്ണിൻ്റെ കിനാവുകൾ. പൂക്കളുടെ മനോഹാരിതയെയും സവിശേഷതകളെയും കുറിച്ചാണ് കവിതയിൽ പറയുന്നത്. കവിതയുടെ അവസാന ഭാഗങ്ങളിൽ പൂക്കളുടെ സവിശേഷതകളെ കുറിച്ചാണ് കവി പറഞ്ഞിരിക്കുന്നത്. പൂക്കളെ ഭൂമിയുടെ മക്കളായാണ് കവി വർണ്ണിച്ചിരിക്കുന്നത്. ദിവസവും ഒരുപാട് പൂക്കൾ മണ്ണിലേക്ക് പിറന്നു വീഴുന്നു. ഭൂമിയിൽ പിറന്നതിനു ശേഷം കണ്ണുകൾ തുറക്കുമ്പോൾ തൊട്ട് അവരുടെ കണ്ണുകളിൽ പ്രതിഫലിക്കുന്നത് വിശാലമായ നീലാകാശമാണ്. കണ്ണുകൾ അടയുന്നതുവരെ അവരുടെ കാഴ്ച അതുതന്നെ. ഇതളുകളിൽ പതിക്കുന്ന ഓരോ വെള്ളത്തുള്ളികളെയും കോർത്ത് അവർ മാലയായി ധരിക്കുന്നു. വെള്ളത്തുള്ളികൾ തട്ടുമ്പോഴുള്ള പൂക്കളുടെ ആഹ്ലാദത്തെയാണ് കവി ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. എത്ര വലിയ ചൂടിനെയും അതിജീവിച്ചുകൊണ്ട് ഏതിരുട്ടിലും പുഞ്ചിരിച്ചുകൊണ്ട് ജീവിതത്തിൽ പോരാടുന്നവരാണ് ഓരോ പൂക്കളും എന്ന് കവി വ്യക്തമാക്കുന്നു. പൂക്കളെ മണ്ണിന്റെ സ്വപ്നങ്ങളായും സ്നേഹം നിറഞ്ഞ പ്രതീക്ഷകളായുമാണ് കവി കാണുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഈ വരിയെ കുറിച്ചിട്ട് നമുക്കൊരു കുറിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞാൽ എഴുതേണ്ടത്. ഇനി ആസ്വാദന കുറിപ്പിലേക്കാണ്. മണ്ണിന്റെ കിനാവുകൾ എന്ന കവിത ഇഷ്ടമായല്ലോ. നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തി താഴെ കൊടുത്ത മനോപടം പൂർത്തിയാക്കൂ. ഇവിടെ കവിതയുടെ പേര് അവിടെ എന്ത് കൊടുക്കണം? മണ്ണിന്റെ കിനാവുകൾ. കവിയെ കുറിച്ചിട്ടാണെങ്കിലോ വി മധുസൂദനൻ നായർ. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് അദ്ദേഹത്തെ കുറിച്ച് വളരെ പ്രശസ്തയായ ഒരു മലയാള കവിയാണ് അദ്ദേഹം. അപ്പം അത് നിങ്ങൾക്ക് എഴുതാം. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരി ഏതാണെന്ന് നിങ്ങൾക്ക് അവിടെ കൊടുക്കാം. പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് എഴുതാം. കൂടാതെ സവിശേഷ പദങ്ങളും പ്രയോഗങ്ങളും എഴുതാം. സമാനാശയങ്ങളുള്ള മറ്റു കവിതയിലെ വരികളും നിങ്ങൾക്ക് എടുത്തെഴുതാം. അപ്പോൾ അത് കൂട്ടുകാരൊന്ന് ചെയ്തു നോക്കുക. ഞാനിവിടെ എങ്ങനെയാണ് കവിതയ്ക്ക് ഒരു ആസ്വാദന കുറിപ്പ് എഴുതേണ്ടത്, മനോപടത്തിൻ്റെ സഹായത്തോടെ ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക, നല്ലൊരു പേരും നൽകുമല്ലോ. അപ്പോൾ കൂട്ടുകാർ പേരും നൽകണം, ഈ ഒരു മനോപടം പൂർത്തിയാക്കുകയും വേണം. എന്തൊക്കെയാണ് ഈ ആസ്വാദന കുറിപ്പിൽ എഴുതേണ്ടത് എന്ന് പറഞ്ഞുതരാം. മണ്ണിന്റെ കിനാവുകൾ എന്ന കവിതയിൽ മണ്ണിന്റെ സ്വപ്നങ്ങളെക്കുറിച്ചും പ്രതീക്ഷകളെക്കുറിച്ചുമാണ് പറയുന്നത്. കവിതയുടെ ആദ്യ ഭാഗങ്ങളിൽ പലതരത്തിലുള്ള പൂക്കളുടെ പ്രത്യേകതകളെക്കുറിച്ച് പറയുന്നു. അവസാന ഭാഗത്ത് എല്ലാ പൂക്കളിലും കാണുന്ന പൊതുവായ സവിശേഷതകളെക്കുറിച്ചും പറയുന്നു. മുക്കുറ്റിപ്പൂവിനെ വർണ്ണിച്ചുകൊണ്ടാണ് കവിത ആരംഭിക്കുന്നത്. സ്വർണ്ണ നിറമുള്ള വെയിലിൽ നിന്നും ജനിച്ചവരാണ് മുക്കുറ്റികൾ എന്ന് കവി പറയുന്നു. ഇതിലൂടെ മുക്കുറ്റിപ്പൂവിന്റെ ഭംഗിയെയാണ് സൂചിപ്പിക്കുന്നത്. വെയിലിന്റെ നിറവും മുക്കുറ്റിയുടെ നിറവും ഒരുപോലെയാണെന്ന് കവി ഈ വരികളിലൂടെ അർത്ഥമാക്കുന്നു. തുമ്പപ്പൂക്കളെ നിലാവുമായാണ് കവി താരതമ്യം ചെയ്യുന്നത്. തുമ്പപ്പൂക്കൾ നിലാവ് പോലെ വെണ്മയുള്ളതാണെന്ന് ഇവിടെ പറയുന്നു. സന്ധ്യാനേരത്ത് ആകാശത്ത് വിടരുന്ന നിറവുമായാണ് ജമന്തിപ്പൂക്കളെ കവി കൂട്ടിച്ചേർക്കുന്നത്.
സന്ധ്യ എന്നതുകൊണ്ട് സമയത്തെയാണ് വ്യക്തമാക്കുന്നത്. സന്ധ്യ നെഞ്ചത്തെടുത്ത് ഓമനിച്ചതുകൊണ്ടാണ് ജമന്തിപ്പൂക്കൾക്ക് ആ നിറം ലഭിച്ചത് എന്നും ഈ കവിതയിലൂടെ പറയുന്നു. ഇനി കുരുക്കുത്തി മുല്ലകൾ വിടരുന്നത് രാത്രിയിലാണ്. അതിനാലാണ് രാത്രിയിൽ മണ്ണിൽ ജനിക്കുന്നവരാണ് കുരുക്കുത്തി മുല്ലകൾ എന്ന് കവി പറയുന്നത്. കവിതയുടെ തുടർന്നുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ കൃഷ്ണകിരീടം പൂക്കളെക്കുറിച്ചും വാടാമല്ലിപ്പൂക്കളെക്കുറിച്ചും മനസ്സിലാക്കാം. രാജമുദ്രയണിഞ്ഞവരാണ് ചുവന്ന പൂക്കൾ എന്ന് കവിതയിൽ പറയുന്നു. രാജമുദ്രയണിഞ്ഞ ചുവന്ന പൂക്കൾ എന്നതുകൊണ്ട് കവി വർണ്ണിക്കുന്നത് കൃഷ്ണകിരീടം പൂക്കളെയാണ്. ഈ പൂക്കളെ കാണാൻ കിരീടം ആകൃതിയിലാണ് ഉണ്ടാവുക. ഭൂമിയിൽ അണിഞ്ഞ കുങ്കുമപ്പൊട്ടുള്ള ഭംഗിയുള്ളവരാണ് വാടാമല്ലിപ്പൂക്കൾ എന്ന് കവിതയിൽ പറയുന്നു. അപ്പോൾ ഇവിടെ ഇത് നമുക്ക് കവിതയുടെ ആശയമായിട്ടും എഴുതാം, കവിതയുടെ ആസ്വാദനക്കുറിപ്പായിട്ടും നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, ഇനി ചുമർ പത്രിക തയ്യാറാക്കാം. കവി പറഞ്ഞ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാവുന്ന മറ്റു കാര്യങ്ങളും കൂട്ടുകാർ വരച്ച ചിത്രങ്ങളും എല്ലാം ചേർത്ത് ഞങ്ങളുടെ മുക്കുറ്റി, ഞങ്ങളുടെ ജമന്തി തുടങ്ങിയ പേരുകളിൽ ഓരോ ഗ്രൂപ്പിനും ഓരോ ചുമർ പത്രിക തയ്യാറാക്കാം, ക്ലാസ്സിൽ പ്രദർശിപ്പിക്കാം. അപ്പോൾ ചുമർ പത്രിക തയ്യാറാക്കുമ്പോൾ നിങ്ങൾക്ക് പൂക്കളെ വരച്ചത് ചേർക്കാം, പൂക്കളുടെ ചിത്രങ്ങൾ ശേഖരിക്കാം, പൂക്കളെ കുറിച്ചുള്ള പാട്ടുകൾ ശേഖരിക്കാം, കവിതകൾ ശേഖരിക്കാം. നിങ്ങൾക്ക് പൂക്കളെ കുറിച്ച് എന്താണോ പറയാനുള്ളത് അതും നിങ്ങൾക്ക് എഴുതി ചേർക്കാം. ഇനി മലർമാല കോർക്കാം. പൂക്കളെ കുറിച്ചുള്ള കവിതകൾ ക്ലാസ് ലൈബ്രറിയിൽ നിന്നും അടുത്തുള്ള വായനശാലയിൽ നിന്നും കണ്ടെത്തി നോട്ട് പുസ്തകത്തിൽ എഴുതും. ക്ലാസ്സിൽ ആ കവിതകൾ സംഘമായി ചൊല്ലണം. വായനാവാരവുമായി ബന്ധപ്പെട്ട പരിപാടികളിൽ ഈ കവിതകൾ അവതരിപ്പിക്കുമല്ലോ. അപ്പോൾ കവിതകളും നിങ്ങൾ ശേഖരിക്കേണ്ടതാണ്. ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു പാഠഭാഗം എന്ന് പറയുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട അടുത്തൊരു പാഠഭാഗവുമുണ്ട്, ഒരു തൈ നടാം എന്നുള്ളത്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.